TVS അങ്ങനെ അവരുടെ ഏറ്റവും പുതിയ പെർഫോമൻസ് സ്പോർട്ടി ഇലക്ട്രിക് സ്കൂട്ടറിനെ വിപണിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. TVS X എന്നാണ് ഈ ഒരു പുതിയ മോഡലിനെ അവർ പേരിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ ദുബായിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗംഭീര ഇവന്റ് TVS കണ്ടക്ട് ചെയ്തത്. അതിലാണ് അവർ ഈ ഒരു ഏറ്റവും പുതിയ പെർഫോമൻസ് സ്പോർട്ടി ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടുള്ള TVS Xനെ ലോകത്തിന് മുന്നിലേക്ക് പ്രദർശിപ്പിച്ചത്. ഫീച്ചർ ലോഡഡും അതുപോലെ തന്നെ റേഞ്ചിന്റെ കാര്യത്തിലൊക്കെ തന്നെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഒരു TVS X എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് TVS ഇട്ടിരിക്കുന്നത് കുറച്ച് പ്രീമിയം ലെവലിലേക്കാണ്. അതായത് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ച് വൺ ഓഫ് ദ പ്രീമിയം ആൻഡ് എക്സ്പെൻസീവ് ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS X എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2.49 lakhs എക്സ് ഷോറൂമാണ്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇതിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം അല്ലേ? അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. TVSന്റെ ക്രയോൺ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മോഡലിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന TVS X എന്ന സ്കൂട്ടറിനെ അവരെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോമാണ് TVS ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റും അതുപോലെ നല്ല റിജിഡുമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന സ്കൂട്ടറാണ്. ബാറ്ററി പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.4 kWh ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 7.7 kWh പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന മോട്ടറും ഇതിലുണ്ട്. അതുപോലെ തന്നെ 0 to 40 ഈ ഒരു സ്കൂട്ടറിന് എത്താൻ വേണ്ടി വെറും 2.6 seconds മാത്രം മതി എന്നാണ് TVS അവകാശപ്പെടുന്നത്. എന്തായാലും അത് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ടൈമാണ്. 105 km/h ആണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടോപ്പ് സ്പീഡ് TVS ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ 0 to 40 ആക്സലറേഷന് വെറും 2.6 seconds മാത്രമേ ഈ ഒരു സ്കൂട്ടർ എടുക്കുകയുള്ളൂ. ഏകദേശം 140 കിലോമീറ്ററോളമാണ് IDC സർട്ടിഫൈഡ് റേഞ്ച് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പോരാത്തതിന് ഇതിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഈ ഒരു സ്കൂട്ടറിൽ നിൽക്കുന്നത് ഇതിൻ്റെ ആ ഒരു 10.25 inch HD ഡിസ്പ്ലേ തന്നെയാണ്. അതെ, ഇതുവരെ നമ്മൾ സ്കൂട്ടറുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2-wheeler കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിൽ TVS കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസ് എടുക്കാനും അതിൽ നിന്നും വീഡിയോസ് ബ്രൗസ് ചെയ്ത് കാണാനും സാധിക്കുന്ന ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് നാവിഗേഷൻ അതുപോലെ തന്നെ ലൊക്കേഷൻ ഷെയറിംഗ് ജിയോ ഫെൻസിങ് പോലെയുള്ള ബേസിക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇക്കാലത്ത് വന്നിരിക്കുന്നത് അതെല്ലാം തന്നെ ഇതിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിലുപരി ട്രാഫിക് സിഗ്നൽസിലൊക്കെ നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലെ മൊബൈൽ അല്ലാണ്ട് ഒരു 10.2 inch സ്ക്രീനുള്ള ഒരു ടാബ്ലറ്റ് പോലെ ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് TVSനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോരാത്തിന് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസൈനും ബിൽഡുമാണ് ഈ ഒരു സ്കൂട്ടറിന് TVS കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്നത് ഒരു സിംഗിൾ സൈഡഡ് സിംഹമാട് കൂടിയിട്ട് വരുന്ന ഒരു വീലാണ്. അതുപോലെ തന്നെ 220 mm ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ. ബാക്കിൽ നമുക്ക് ഓഫ് സെറ്റ് സിംഗിൾ മോണോഷോക്ക് ആണ് വരുന്നത്. അതായത് നമ്മൾ ഹൈ എൻഡ് സൂപ്പർ ബൈക്സിലൊക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള ഓഫ് സെറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ബാക്കിൽ. അപ്പം ഈ വാഹനത്തെ കാണാനായിട്ട് ഔട്ട് ഓഫ് ദ വേൾഡ് ഡിസൈൻ എന്ന് തന്നെ വേണം വിളിക്കാനായിട്ട്. കാരണം ഒരു പ്യൂർ ഇറ്റാലിയൻ ഡിസൈനോട് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഒരു വാഹനത്തിന് TVS കൊടുത്തിരിക്കുന്നത്. അതിനെന്തായാലും TVSന്റെ ഡിസൈനേഴ്സിന് നമുക്കൊരു വലിയ ക്ലാപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കാനാണെങ്കിലും സൈഡിൽ നിന്ന് നോക്കാനാണെങ്കിലും ബാക്കിൽ നിന്ന് നോക്കാനാണെങ്കിലും ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിലെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് TVS ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത്രത്തോളം ഫീച്ചേഴ്സ് ഇത്രത്തോളം പെർഫോമൻസിനെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇനി മറ്റ് മാനുഫാക്ചറേഴ്സിനെ ഒരു ടാസ്ക് ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഇതൊരു മാക്സി സ്കൂട്ടർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഫുഡ് ബോർഡ് ഏരിയയിലാണ് ആ ഒരു ബാറ്ററി പാക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺവെൻഷണൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫാമിലി യൂസ് സ്കൂട്ടേഴ്സിൻ്റെ ഡിസൈനോട് അടുത്ത് നിൽക്കുന്ന ഒന്നല്ല ഇത്. പകരം ഒരു യൂത്ത് ഓറിയൻറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിസൈൻ തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും രണ്ട് കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒരിക്കലും ഈ ഒരു വാഹനം നമ്മളെ നിരാശപ്പെടുത്താൻ പോകുന്നില്ല. കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിൽ TVS വളരെ വളരെ ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം നമ്മളുടെ ഇന്ത്യൻ നിരത്തുകളൊക്കെ ഇറങ്ങാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ. ഇപ്പോൾ പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2.49 lakhs ആണ് എക്സ് ഷോറൂം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓൺ റോഡ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തോരം വരുമായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സബ്സിഡിയും കാര്യങ്ങളൊന്നും തന്നെ ഇത് നമുക്കിങ്ങനെ അപ്ലിക്കബിളും അല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഒരു നല്ല എക്സ്പെൻസീവ് പർച്ചേസ് തന്നെയാവും ഇത്. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വൺ ഓഫ് ദ റെവല്യൂഷണറി ചേഞ്ച് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തെ വിളിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ഈ ഒരു വാഹനം നമുക്ക് റോഡിൽ ഇറങ്ങി നമ്മുടെ കയ്യിലൊന്ന് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളോട് കൂടുതൽ ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നലെ ആ ഒരു ലോഞ്ച് കണ്ട് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം
എന്തായാലും ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ റിവ്യൂസും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കാം. എന്തായാലും ഇതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആ പേജുകളും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷത്തോടെ കാണുന്നതായി ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.